സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം വോട്ടാക്കി മാറ്റാമെന്ന കണക്കുകൂട്ടലുമായി പിണറായി സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഴുവൻ കുടിശ്ശികയും നൽകാനാണ് സർക്കാർ നീക്കം. ക്ഷേമ പെൻഷൻ പൂർണ്ണമായും നൽകിയ സർക്കാർ എന്ന പ്രചാരണം ശക്തമാക്കാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മെയ് മാസം 2 മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള തിരക്കിട്ട ശ്രമം നടക്കുന്നത്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, അതിനുവേണ്ടി വക മാറ്റേണ്ടി വരും, നമുക്കറിയാം. കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. എത്രയും പെട്ടെന്ന് ഇത്തരം കടങ്ങളൊക്കെ പൊതുജനങ്ങളുമായിട്ട് വീട്ടി മുഖം രക്ഷിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവ്. വിവരങ്ങൾ എന്താണ് ശാലിനി? വീണ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ് SFIയുടെ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ നൽകാതെ അത് കുടിശ്ശികയാക്കി ഇട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരെന്നും ഇടത് സർക്കാരെന്നുമുള്ള ഒരു ഖ്യാതി ഒരു ഭാഗത്ത് നിൽക്കുന്നു. KSRTCയിൽ ശമ്പള കുടിശ്ശിക നിലനിൽക്കുന്നു. പെൻഷൻ നൽകാൻ അവിടെയും പണമില്ലാത്ത സാഹചര്യം. അതുകൂടാതെ തന്നെ സംസ്ഥാനം ഒരു പരിധിയിലപ്പുറം കടമെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മേൽ വീണ്ടും ഒരു കടം ഉണ്ടാക്കി വെക്കുന്ന ഒരു പശ്ചാത്തലം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് 2 തെരഞ്ഞെടുപ്പുകളെ അടുത്തടുത്തായി സംസ്ഥാനം നേരിടേണ്ടി വരുന്നത്. ഒന്ന്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. തൊട്ടു പിന്നാലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. ഇതും രണ്ടും ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 8 വർഷത്തിൽ അവരുടെ വിലയിരുത്തലായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കല്ലുകടികൾ മാറ്റാനുള്ള ശ്രമമാണ് ഇടത് സർക്കാർ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ വരുന്ന മാസം തന്നെ ഈ കടമെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നടക്കം കടം വാങ്ങിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നൽകി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. മെയ് മാസം 1 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ 3 മാസത്തിലധികമായി പെൻഡിങ് കിടക്കുന്ന തുകയും ഉടൻ ദിവസങ്ങളിലും ഉടൻ മാസങ്ങളിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുൻപുമായി നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുമുണ്ട്. എന്തായാലും സർക്കാർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ സർക്കാരിനെതിരെ ഒരു ഭരണ മുരടിപ്പ് നടത്തുന്ന ഒരു ഇടത് സർക്കാർ എന്നുള്ളൊരു തീരുമാനവും അത്തരത്തിലുള്ള നടപടികളും ഒക്കെ ഉണ്ട്. അത് വോട്ടായി പ്രതിഫലിക്കുമോ എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും മുഴുവൻ കുടിശ്ശികയും തീർത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശികയില്ലാതെ നൽകി എന്നുള്ളൊരു ഖ്യാതി കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം. അതിനെ ജനങ്ങൾ എങ്ങനെ കാണുമെന്നുള്ളത് ഈ 2 തെരഞ്ഞെടുപ്പിൽ കണ്ടറിയണം. വീണ, ശരി ശാലിനി, ഇതിനു മുൻപ് അനുഭവിച്ചതൊന്നും ഏതായാലും ജനം മറക്കാൻ സാധ്യതയില്ല.